സ്കിൻ ബ്രൈറ്റ് ആവാനും സൺ ടാനൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും മാറ്റി മാറ്റി യൂസാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് തന്നെ നമ്മുടെ സ്കിന്നിന് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് എന്നതിനപ്പുറത്ത് ഒരു ഫേഷ്യലായിട്ട് യൂസ് ആക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഫംഗ്ഷനൊക്കെ മുന്നേ അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഈ വീഡിയോ നിങ്ങളെല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമ്മുടെ ഈ കുഞ്ഞ് യൂട്യൂബ് ഫാമിലി ഒരു വലിയ യൂട്യൂബ് ഫാമിലി ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഫേഷ്യലായിട്ട് കൺവേർട്ട് ചെയ്തും ഫേസ് പാക്കായിട്ട് മാറ്റി മാറ്റി യൂസ് ആക്കാമെന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരു സ്കിൻ ടൈപ്പ് ആണെങ്കിലും മുഖം ആദ്യം നന്നായിട്ട് കഴുകുക, എന്നിട്ട് വേണം പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് കാരണമാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്, ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത തവണ മുതൽ ലൈറ്റിംഗ് കുറേ കൂടെ ബെറ്റർ ആക്കാം. ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇവിടെ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒപ്പം ഓറഞ്ച് പീൽ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓറഞ്ച് പീൽ പൗഡർ ഈസി ആയിട്ട് കടകളിൽ മേടിക്കാനായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് അഥവാ കിട്ടത്തില്ല എന്നാണെങ്കിൽ ഇതിന് പകരമായിട്ട് കോഫി പൗഡറോ അല്ലെങ്കിൽ കടലമാവുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അത്യാവശ്യത്തിന് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ആക്കാം. പക്ഷേ ഓറഞ്ച് പീൽ പൗഡർ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള സൺ ടാൻ ഇല്ലേ, അത് മാറ്റാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അത് ഒപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒപ്പിക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവം കേട്ടോ, നമ്മുടെ ഈ ഒരു ധാത്രിയുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി. അതും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ കോഫി പൗഡറിൻ്റെ കളറിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കളറിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഞാനത് ഷൂട്ട് ചെയ്ത സമയത്ത് ശ്രദ്ധിച്ചില്ല. സത്യം പറഞ്ഞാൽ ചേർത്ത് കൊടുത്തത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. എൻ്റെ കൈയൊക്കെ കണ്ടോ ഭയങ്കരമായിട്ട് ഷാഡോ ആയിരിക്കുന്നത്, അത് ആ ഒരു കളർ ഡിഫറൻസ് കൊണ്ടാണ് ലൈറ്റിങ്ങിൻ്റെ. സോറി ഫോർ ദാറ്റ്. അടുത്ത തവണ മുതൽ കുറേ കൂടെ ബെറ്റർ ആക്കാം. ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് ഇവിടെ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത്രയും ഡാർക്കായിട്ടുള്ള പാക്കൊന്നുമല്ല, ഭയങ്കര ലൈറ്റാണ്. സോ നല്ല അടിപൊളിയായിട്ടുള്ള ഭയങ്കര ഫൈനായിട്ടുള്ള ഒരു പൗഡേഴ്സാണ് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാനും അടിപൊളിയായിരിക്കും. പിന്നെ ഇനി നിങ്ങൾക്ക് തൈര് യൂസ് ആക്കാനായിട്ട് പറ്റില്ല എന്നാണെങ്കിൽ സൺ ടാനൊക്കെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായും തക്കാളിയുടെ നീരോ അല്ലെങ്കിൽ അലോവേര ജെല്ലിൻ്റെ നീരുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താൽ മതി. വീട്ടിൽ കിട്ടുന്ന അലോവേര ജെല്ല് വേണമെങ്കിൽ അതും യൂസ് ആക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അത് ചേർത്ത് മിക്സ് ചെയ്താലും മതി. ഇനി അത്രയും അലോവേര ജെല്ല് ചേർക്കാനായിട്ട് പറ്റില്ല എന്നാണെങ്കിൽ റോസ് വാട്ടറും കൂടെ മിക്സ് ആക്കാം. ഈ പൊട്ടറ്റോൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അത് മിക്സ് ആക്കാം. അതുപോലെ തന്നെ തക്കാളിയുടെ ജ്യൂസ് അത് മിക്സ് ആക്കാം. അപ്പോൾ ഓയിലി സ്കിൻകാരാണെങ്കിൽ സ്കിന്നിനെ ക്ലോഗ് ചെയ്യുന്ന രീതിയിൽ പാല്, തൈര് ഇതൊക്കെ പറ്റാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പാലും ചേർത്ത് നമുക്ക് മിക്സ് ആക്കാം. പക്ഷേ എനിക്ക് കുറേ കൂടെ ബെറ്ററായിട്ട് തോന്നിയത് സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് തൈരാണ് ഏറ്റവും സൂപ്പറായിട്ട് വർക്ക് ആവുന്നതായിട്ടാണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർ യെല്ലോ കളറിലുള്ള പാക്കാണ്. പക്ഷെ ഞാൻ മിക്സ് ചെയ്ത സമയത്ത് ഇതിൻ്റെ കളർ വേറെ എന്തോ ആയിരുന്നു. എനിവേസ് ഒട്ടും സാരമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ മനസ്സിലായില്ലേ. ഇപ്പോൾ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ ചേർത്തിട്ടുണ്ട്, കുറച്ച് കസ്തൂരി മഞ്ഞളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കളറാണ്. പിന്നെ അരിപ്പൊടിയും തൈരും ചേർത്താണല്ലോ മിക്സ് ആക്കിയിരിക്കുന്നത്. സ്കിൻ ബ്രൈറ്റ് ആവാനുള്ള ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ് അരിപ്പൊടി തൈരൊക്കെ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ ഇത് ഏതൊരു പ്രായക്കാർക്കും യൂസ് ആക്കാനായിട്ട് പറ്റും. ഒരു 15 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും യൂസ് ആക്കാം. ടീനേജേഴ്സ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു ഏർലി 20s, അതായത് ഒരു 20 വയസ്സ് 25 വയസ്സിനൊക്കെ അകത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും മുഖക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 15 വയസ്സ് 25 വയസ്സിനൊക്കെ ഇടയിലുള്ളവർക്ക് ആ ഒരു ടൈമിൽ കൂടുതലായിട്ട് മുഖക്കുരു വരുന്ന ടൈമാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മുഖക്കുരു ഉണ്ടെങ്കിൽ, അല്ല ഇപ്പോൾ ഏത് പ്രായത്തിലായാലും നിങ്ങൾക്ക് മുഖക്കുരു വരുന്നുണ്ട്, നല്ല രീതിയിൽ ഓയിലി ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ
തൈര് യൂസ് ആക്കരുത്. തൈര് നിങ്ങൾക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നത് കൊണ്ട്, ആഴ്ചയിൽ 1-2 ദിവസം യൂസ് ആക്കുന്നത് കൊണ്ട് ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് യൂസ് ആക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് ഏതെങ്കിലും ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഉറപ്പായും നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. പാല്, തൈരൊക്കെ നമുക്ക് നിറയെ മുഖക്കുരു ഉണ്ടാക്കും ചിലരുടെ സ്കിന്നിന്. പിന്നെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ്, കുറച്ച് പ്രായമായ സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി തൈര് വേണം യൂസ് ആക്കാനായിട്ട്. കാര്യം സൂപ്പർ റിസൾട്ട് കിട്ടും. ഡ്രൈ സ്കിന്നാണ്, റിങ്കിൾസ് ഉണ്ട്, ഒരു 35 വയസ്സിനൊക്കെ മുകളിലുള്ളവരാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ തൈര് യൂസ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് മുഖക്കുരു ഒന്നും വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അലർജി ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തൈര് യൂസ് ചെയ്യൂ. നല്ല രീതിയിൽ റിങ്കിൾസൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 15 മിനിറ്റ് ഈ ഫേസ് പാക്ക് മുഖത്ത് വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴുകിക്കളയാം. നല്ല രീതിയിൽ അമ്മമാരുടെ പ്രായത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒട്ടും വൈകിട്ടില്ല, നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ ചെയ്യാവുന്നതാണ്. സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഈവൻ കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ചെയ്ത് നോക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മൂക്കുരു വരുന്ന പ്രായത്തിലുള്ളവരാണെങ്കിൽ നിങ്ങളത് മാത്രം ഒന്ന് കൺസിഡർ ചെയ്ത് മിക്സ് ചെയ്യുന്ന ഐറ്റം മാത്രം റോസ് വാട്ടറോ അലോവേര ജെല്ലോ ഒക്കെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പേടിക്കാനില്ല. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് അലർജി അല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം യൂസ് ആക്കാനായിട്ട്. അതിനുശേഷം ഞാൻ മുഖം കഴുകിയിട്ട് ഒരു അലോവേര ജെല്ലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഏത് സ്കിൻ കെയർ ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാം. നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു ടിപ്പാണ്. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഫേഷ്യലിൻ്റെ രീതിയിലാണെങ്കിൽ ഇതൊന്ന് വാഷ് ചെയ്ത് കളയുമ്പം ചെറിയൊരു സ്ക്രബിങ് മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു അടിപൊളി സ്ക്രബ് യൂസ് ചെയ്ത എഫക്റ്റും കിട്ടും. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.